ഒരുപാട് കാലത്തിന് ശേഷമാണ് കേട്ടോ ഇത്ര ലോങ് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യണത്. ലോങ് എന്ന് പറയാൻ മാത്രമില്ല, നമ്മൾ തൃശ്ശൂർ വരെ അതൊക്കെ വലിയ ലോങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എനിക്ക് തീവണ്ടിയിൽ അതായത് ട്രെയിനിലൊക്കെ കയറാൻ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ള ഒരാളാണ് കേട്ടോ. ഞാൻ ചെറിയ പ്രായത്തൊക്കെ കയറിയിട്ടുണ്ടെന്ന് ഉമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഓർമ്മ വെച്ചിട്ട് ഞാൻ ട്രെയിനിൽ കയറിയിട്ടില്ല. പക്ഷേ എനിക്ക് ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. കാരണം എന്താ വെച്ചാൽ എനിക്ക് ട്രെയിനിൽ കയറാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്താണെന്നറിയില്ല, ആ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയൊക്കെയാണ് അല്ലേ എന്നുള്ളൊരു ഇത് എൻ്റെ മനസ്സിലേക്ക് വന്ന്. ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പോൾ. കാണാത്തൊരു സ്ഥലം നമ്മൾ കാണില്ലേ. അങ്ങനെ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കണത് ഞാനും ഇത്താത്തയും, എൻ്റെ ഇത്താത്തയുടെ 2 കുട്ടികളും അളിയനും ഉണ്ട് കേട്ടോ. ഇക്കാച്ചാൽ ഈ ബസ്സിൽ കയറിയ സമയത്ത് ഭയങ്കര ക്ഷീണം, ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ പെരുന്നാളിൻ്റെ അന്നത്തെ ചോറും എല്ലാതും തിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 10 മണിക്കാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പട്ടാമ്പി വഴി അങ്ങനെ പോരുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പോണ സമയത്ത് ബസ്സിൽ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ദിവസം ഒരുപാട് കാലം കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇത്ര ലോങ് ഞാൻ പോയിട്ടേ ഇല്ല ബസ്സിൽ. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണം. ഈ ഉറക്കം വരുന്ന സമയത്താണ് ഞാൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കണ്ടത്. അപ്പം എൻ്റെ ഉറക്കമൊക്കെ പോയിട്ട്, കാരണം എനിക്ക് അത്രയൊരു സന്തോഷമായി ഞാനത് കണ്ടപ്പോൾ. ഇൻഷാ അള്ളാ എന്നെങ്കിലുമൊക്കെ ഒന്ന് ട്രെയിനിൽ പോകണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ പോകും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ആഗ്രഹമില്ലൊക്കെ പ്രതീക്ഷയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഇപ്പം. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ താഴേക്കാണ് കേട്ടോ പോയത്. ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ വിളിച്ച് ഇക്കാക്കാണ്ട് വിവരങ്ങളൊന്നും പറയാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ ബാക്കിലേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ബാക്കിലേക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇക്കാക്കാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക ഫോൺ എടുത്തില്ല കേട്ടോ. അങ്ങനെ ഇതാ ബാക്കിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ബാക്കിൽ എത്തിയപ്പോഴല്ല, ഞങ്ങൾക്ക് ഈ വെയിലും ഈ ഫുഡും ഒക്കെ കഴിച്ചിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ടാണ് എന്താണെന്നറിയില്ല, ഭയങ്കര ദാഹം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓരോ ലൈമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. താത്താടെ കുട്ടി മോനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ കുടിച്ച് നിൽക്കുന്ന സമയത്താണ് ഇക്കാക്ക വന്നത് കേട്ടോ. അപ്പോൾ ഇക്കാക്ക പറഞ്ഞു ഇക്കാക്കും വേണം ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് ഇക്കാക്കയും കുടിച്ചിട്ടോ. അങ്ങനെ ഇക്കാക്കാക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ ഇക്കാക്ക പറഞ്ഞു ഞാൻ പാസ് എടുത്ത് വരാം, നിങ്ങൾ എത്ര ആളുണ്ടെന്ന് ചോദിച്ചിട്ട് ഇക്കാക്ക പാസ് എടുത്തിട്ട് ആണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഇങ്ങനെ മോനൂന് പിന്നെ ഈ ജ്യൂസ് കിട്ടാത്തതിൻ്റെ ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉള്ള കലിപ്പിലാണ് കേട്ടോ. ഇതാണ് എൻ്റെ വലിയ ആങ്ങള. അങ്ങനെ ഇക്കാക്ക വന്ന് ഞങ്ങളതാ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. ഒരുപാട് പേര് ആ സൈഡിൽ കൂടി ഈ സൈഡിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങേറ് കേട്ടോ. ഈ ഹോസ്പിറ്റൽ കാണുമ്പോൾ പൊതുവേ എനിക്കൊരു പേടിയുള്ള ഒരാളാണ് ഞാൻ എൻ്റെ പ്രസവത്തിൻ്റെ സമയത്തടക്കം എനിക്ക് സത്യമായിട്ട് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെ പോവുക എന്നുള്ള ഒക്കെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ നമ്മൾ ഈ പോണ വഴിക്കൊക്കെ എല്ലാവർക്കും ഈ കാലിനുള്ള പരിക്കുകളാണ്, ആക്സിഡൻ്റാണ് ഫുള്ള് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇപ്പാൻ്റെ അടുത്ത് എത്തി. ഇതാണ് എൻ്റെ ഉപ്പ. അങ്ങനെ ചെറിയ 2 പൊട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാലിൻ്റെ മുട്ടിന് താഴെ കാലിൻ്റെ ഞെരിയാണിൻ്റെ മുകളിലായിട്ടാണ് പൊട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് നീരൊന്ന് ചുങ്ങിയിട്ട് വേണം ഇപ്പാടെ ഓപ്പറേഷൻ ചെയ്യാനെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് നോക്കുമ്പോൾ നല്ല നീരുള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റണില്ല. പിന്നെ ഷുഗർ പേഷ്യൻറ്റും കൂടിയാണ്. അങ്ങനെ ഷുഗർ ഇപ്പാക്ക് കുറഞ്ഞിട്ടും കൂടിയിട്ടും രാവിലെ ആകുമ്പോൾ കുറയും, വൈകുന്നേരം ആകുമ്പോൾ കൂടും, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ചെയ്യാത്തത്. അങ്ങനെ അവിടെ എത്തി ഇക്കാക്ക അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുകയും ഒക്കെ ചെയ്യാണ്. കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾക്ക് ഓടിച്ചാടി നടക്കണമല്ലോ. അങ്ങനെ ഇക്കാക്ക ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ചൂടുവെള്ളം, കുടിക്കണ വെള്ളം കാണിച്ച് തന്നതാണ് കേട്ടോ. അതിൽ ഞങ്ങൾ 2 ആളായിട്ട് ഓരോ കുപ്പിയായിട്ട് എടുത്ത് നിറക്കാൻ പറഞ്ഞു കേട്ടോ. ഇക്കാക്കയുടെ കയ്യിലൊരു കുപ്പി, താത്തായുടെ കയ്യിലൊരു കുപ്പി, ഞാനൊരു കുപ്പി. അങ്ങനെ ഇത് വെറും സോളാർ ഡ്രിങ്ക് വാട്ടർ
ഒക്കെയാണ് കേട്ടോ, ചുടുവെള്ളമാണ്. അപ്പോൾ ഇതെന്തോ ഒന്നും കൂടി ഇക്കാക്ക പറഞ്ഞു അതും കൂടി കാണിക്കുക പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വെള്ളമൊക്കെ നിറച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. പിന്നെ ഇക്കാക്ക എക്സ്റേ കാണിച്ചു തരാൻ കേട്ടോ, കാലിൻ്റെ പൊട്ടിൻ്റെ. എനിക്ക് ഇതിനെപ്പറ്റി സത്യം പറയാച്ചക്ക് എക്സ്റേ നോക്കണ തന്നെ എനിക്ക് ദേഷ്യമാണ്. കാരണം ഇതിന് നമുക്കൊന്നും മനസ്സിലാവില്ല. കാരണം നമുക്ക് ഞാൻ വിചാരിക്കും രണ്ടും ഒരുപോലെ തന്നെ ഉണ്ടല്ലേ എന്നൊക്കെ വിചാരിക്കുക. എന്നിട്ട് ഇക്കാക്ക അളിയനും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഇവിടെയാണ് പൊട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയണ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് എന്ത് പൊട്ടിക്കൊന്നും മനസ്സിലാവണില്ല കേട്ടോ. എനിക്ക് എപ്പോഴും എനിക്ക് എക്സ്റേ കാണുന്നതിന് ദേഷ്യമാണ്, കാരണം ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോരുന്ന സമയത്ത് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ നിന്നു കേട്ടോ. പോരുന്ന സമയത്തൊക്കെ ഇപ്പം കുറച്ച് നേരം ഇങ്ങനെ മയങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോന്നിട്ട് ഇക്കാക്ക ഞങ്ങൾ അതിൻ്റെ പുറത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് കടല വാങ്ങി തന്ന്. പിന്നെ ഇപ്പം ഭയങ്കര കരച്ചിൽ, ഓനിക്ക് വിശക്കണ് പറഞ്ഞിട്ട്. ഓന് അങ്ങനെ ഈച്ചുണ്ടെന്നൊന്നും ഓൻ നോക്കണില്ല കേട്ടോ. ഓനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യായിട്ടാണ് തോന്നുന്നു. ഞാനാണെങ്കിൽ വെള്ളം കുടിച്ച് എന്താണെന്നറിയില്ല, നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചു. രാവിലെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്, പക്ഷേ ഭയങ്കര ദാഹമായിരുന്നു. വെയിൽ കൊണ്ടാ എന്താണെന്നൊന്നും അറിയുന്നില്ല കേട്ടോ. അങ്ങനെ ജ്യൂസ് വന്നു. ജ്യൂസ് ഞാൻ കുടിച്ച് നോക്കുമ്പോൾ കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. കുടിച്ച് നോക്കുമ്പോൾ തീരെ തണുപ്പില്ലായിട്ട് വലിയ ടേസ്റ്റ് കിട്ടുക. തണുപ്പുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കയറി. ഈ ബസ്സാണെങ്കിൽ ഭയങ്കര സ്പീഡ് കേട്ടോ. സ്പീഡ് എന്താ കാരണം വെച്ചാൽ പിന്നെ നമ്മളെ ഷൊർണൂർ എത്തണ സമയത്ത് റെയിൽവേ ഗേറ്റ് അടച്ചാൽ തീവണ്ടി പോകാൻ വേണ്ടിയിട്ട്, ട്രെയിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അവിടെ പെടൂലേ, അത് കാരണം ഭയങ്കര സ്പീഡ്. ഇക്കാച്ചാൽ പേടിയായിട്ട് ബസ്സിൽ പോണതേ പേടിയാണ്. ബസ്സിൽ എന്നല്ല, പൊതുവേ ഇക്കാക്കാടെ കൂടെ അല്ലാതെ വേറെ ആരെപ്പെങ്കിലും യാത്ര ചെയ്യണ പേടി. ഇക്കാക്കാടെ എൻ്റെ ഉപ്പാടിയും കൂടെ യാത്ര ചെയ്യണത് എനിക്ക് ഭയങ്കര ഒരു ധൈര്യമാണ് കേട്ടോ. വേറെ ആരപ്പം പോണതൊക്കെ പേടി, എൻ്റെ മനസ്സിലൊരു ഇങ്ങനെ ഭയം ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. എവിടെ പട്ടാമ്പി എത്തി. മടിമാളിൻ്റെ മുന്നിൽ എന്നോട് നിൽക്കാൻ പറഞ്ഞു. ഇക്കാക്ക എന്നെ കൊണ്ടുവരാൻ വന്ന കേട്ടോ. അങ്ങനെ അളിയനും എൻ്റെ കൂടെ ഉണ്ട്, അളിയൻ്റെ മുന്നിലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലൊക്കെ വന്ന് ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. വന്ന് കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കരിച്ച് അപ്പോൾ ഒന്ന് ഉഷാറായിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയപ്പം അപ്പം ശരി. അപ്പം ഇന്നത്തെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അടുത്ത കൊല്ലം എങ്ങനെയാണാവോ.